التمسك بالأثر نجاه. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحابته أجمعين. أما بعد. 40 النوويയിലെ 27ാമത്തെ ഹദീസാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് നവാസ് ബിൻ സമആൻ റളിയല്ലാഹു തആല അൻഹു ആണ്. عن النبي صلى الله عليه وسلم قال റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അദ്ദേഹം പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്. അൽ ബിർ പുണ്യം എന്ന് പറഞ്ഞാൽ ഹുസ്നുൽ ഖുൽഖ്, അത് സൽസ്വഭാവമാണ്. വൽ ഇസ്മു മാ ഹാക ഫീ നഫ്സിക്. തിന്മ എന്ന് പറഞ്ഞാൽ അത് നിന്റെ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. വകരിഹ്ത അൻ യത്തലിഅ അലൈഹി നാസ്. ജനങ്ങൾ നീ അത് പ്രവർത്തിക്കുന്നത് കാണുന്നതിന് നീ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഇസ്മെന്ന് പറഞ്ഞാൽ, തിന്മ എന്ന് പറഞ്ഞാൽ. റവാഹു മുസ്ലിം. നവാസ് ബിൻ സമആൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് ഇമാം മുസ്ലിമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ബിർ എന്താണെന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ ബിറിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആയത്തിറക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വതആവനു അലൽ ബിർരി വത്തഖ്വ. നിങ്ങൾ ബിറിന്റെയും തഖ്വയുടെയും കാര്യത്തിൽ പരസ്പരം സഹകരിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു, സഹകരിക്കണമെന്ന കൽപ്പനയിൽ ബിറ് ചെയ്യണമെന്നുള്ള കൽപ്പന കൂടി ഉൾക്കൊണ്ടിട്ടുണ്ട്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ ഇസ്മിന്റെയും ഉദ്വാനിന്റെയും കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കാൻ പാടില്ല. അവിടെ സഹകരിക്കാൻ പാടില്ല എന്ന വിലക്കലിൽ ആ ഇസ്മ ചെയ്യാൻ പാടില്ല എന്ന വിലക്ക് കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ വിശുദ്ധ ശരീഅത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ് ബിർറ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ബിർറ്? അതിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നവാസ് ബിൻ സമആൻ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അൽ ബിർറു, ബിർറെന്ന് വെച്ചാൽ ഹുസ്നുൽ ഖുൽഖ്, അത് ഹുസ്നുൽ ഖുൽഖാണ്. രണ്ട് പദങ്ങൾ ഇവിടെ വന്നു. ഒന്ന് അൽ ബിർ, രണ്ടാമത്തത് ഹുസ്നുൽ ഖുൽഖ്. ബിർ എന്നുള്ള പദം ശരീഅത്തിൽ വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ബിർ എന്നുള്ള പദം രണ്ട് രൂപത്തിലാണ് വിശുദ്ധ ഖുർആനിലൊക്കെ വന്നിട്ടുള്ളത്. ഒന്ന് ബിർ എന്നുള്ള പദം തനിച്ച്, രണ്ടാമത്തത് തഖ്വ എന്ന പദവുമായി ചേർന്നുകൊണ്ട്. ബിർ എന്ന പദം തനിച്ചു വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് 2-3 അർത്ഥങ്ങളാണ്. ചിലപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അദ്ദീനു കുല്ലു, ദീൻ പൂർണ്ണമായും അദ്ദീൻ എന്നുള്ള അർത്ഥത്തിൽ ബിർ എന്ന് ഉപയോഗിക്കും. അഥവാ ദീൻ പൂർണ്ണമായും ഉദ്ദേശിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ബിർ എന്ന് ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ. ഏതുപോലെ സൂറത്തുൽ ബഖറയിലെ ലൈസൽ ബിർറ അൻ തുവല്ലു ഉജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് ഇലാ ആഖിരിൽ ആയ, ആ ആയത്തിൽ ബിർ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് ദീൻ എന്നുള്ള അർത്ഥത്തിലാണ്. അഥവാ ബാഹ്യവും ആന്തരികവുമായ എല്ലാ സൽപ്രവർത്തനങ്ങളെയും ഉൾക്കൊണ്ടതാണ് അവിടെ ബിർ എന്ന് പറഞ്ഞാൽ. ആ ആയത്തിൽ തന്നെ അതിനുള്ള ഉദാഹരണങ്ങൾ കാണാവുന്നതാണ്. ആ ആയത്തിൽ അർക്കാനുൽ ഈമാൻ സിത്ത്, ഈ 6 ഈമാൻ കാര്യങ്ങളിൽ നിന്ന് 5 പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ
ഒരു മനുഷ്യൻ ചെയ്യുന്ന മറ്റു പുണ്യപ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ആയത്തിലുണ്ട്. ഇതെല്ലാം അടങ്ങിയതാണ് ബിർറ് എന്ന് പറയുന്ന പദം. അപ്പോൾ ബിർറ് എന്നുള്ള പദം തനിച്ചു വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒന്നാമതായി ദീൻ എന്നുള്ള അർത്ഥമാണ്. പൂർണ്ണമായി ദീൻ എന്നുള്ള അർത്ഥമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. രണ്ടാമതായി അൽ ഇഹ്സാനു ഇലൽ ഖൽഖ്, സൃഷ്ടികൾക്ക് നന്മ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ബിർറ് എന്നുള്ള പദം ഉപയോഗിക്കപ്പെടാറുണ്ട്. അതാണ് ഇവിടെ ഹദീസിൽ ഉപയോഗിച്ചതിൻ്റെ ഉദ്ദേശം. ഇവിടെ ഹദീസിൽ ബിർറ് എന്ന് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ആ അർത്ഥത്തിലാണ്. അഥവാ സൃഷ്ടികൾക്ക് നന്മ ചെയ്യുക, അവർക്ക് പുണ്യം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഹദീസിൽ ബിർറ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഹദീസിന്റെ ഒരു തഫ്സീർ അങ്ങനെയാണ്. വേറെ ചില അർത്ഥത്തിലും ഈ ഹദീസിലെ ബിർറ് എന്നുള്ള പദത്തെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ ഈ ഹദീസിൽ ബിർറ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അൽ ഇഹ്സാനു ഇലൽ ഖൽഖ്, സൃഷ്ടികൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. മൂന്നാമതായി ബിർറ് എന്നുള്ള പദം വിശുദ്ധ ഖുർആനിലും അതുപോലെ സുന്നത്തിലും ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് അൽ ഇഹ്സാനു ഇലൽ വാലിദൈനി വൽ ഖറാബ, അഥവാ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, പുണ്യം ചെയ്യുക, അതുപോലെ അടുത്ത ബന്ധുക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ബിർറ് എന്ന് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അത് പലപ്പോഴും സില എന്നുള്ള പദവുമായി ചേർന്ന് വരുമ്പോഴാണ് ബിർറ് എന്നുള്ള പദത്തിന് ആ അർത്ഥമുള്ളത്. അൽ ബിർറു വസ്സില എന്ന് പറയുമ്പോൾ അവിടെ ബിർറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക, അതുപോലെ അടുത്ത ബന്ധുക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ബിർറിന്റെ ഉദ്ദേശം. ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർ, ഒരാളുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുകയില്ല ബിർറല്ലാതെ എന്ന് ഹദീസിൽ കാണാം. ഇവിടെ ബിർറ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്, അതുപോലെ അടുത്ത കുടുംബങ്ങൾക്ക് പുണ്യം ചെയ്യലാണ്. അതുപോലെ ഇതെല്ലാം ബിർറ് എന്നുള്ള പദം തനിച്ചു വന്നാലുള്ള ഉദ്ദേശങ്ങളാണ്. ചിലപ്പോൾ ബിർറ് എന്നുള്ള പദം തഖ്വ എന്നുള്ള പദവുമായി ചേർന്ന് വരാം. നേരത്തെ ഞാൻ പറഞ്ഞ ആയത്തിലുള്ളത് പോലെ വതആവനു അലൽ ബിർരി വത്തഖ്വ, തഖ്വ എന്നുള്ള പദവുമായി ചേർന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ബിർറിന്റെ ഉദ്ദേശം, ബിർറെന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അൽ ഇഹ്സാനു ഇലൽ ഖൽഖ്, സൃഷ്ടികൾക്ക് നന്മ ചെയ്തു കൊടുക്കലാണ് അപ്പോൾ ബിർറ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം. തഖ്വ എന്ന് പറഞ്ഞാലോ, അപ്പോൾ തഖ്വ എന്ന് പറഞ്ഞാൽ ഇഹ്സാനുൽ അമലി ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം. അപ്പൊ തഖ്വയും ബിർറും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ബിർറിന്റെ ഉദ്ദേശം സൃഷ്ടികൾക്ക് നന്മ ചെയ്തു കൊടുക്കുക, തഖ്വയുടെ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഇബാദാത്തുകൾ അത് ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ബിർറും തഖ്വയും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ബിർറിന്റെ ഉദ്ദേശം ഫിഅലു തആത്ത്, നന്മകൾ ചെയ്യലാണ്, പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യലാണ്. തഖ്വയുടെ ഉദ്ദേശം ഇജ്തിനാബുൽ മുഹറമാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കലാണ്. ഇത്രയുമാണ് ബിർറിനെ സംബന്ധിച്ച് പറയാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിർറിനെ ഇവിടെ എന്താണെന്നാ പഠിപ്പിച്ചത്? അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്, ഹുസ്നുൽ ഖുൽഖാകുന്നു ബിർറ്. ഇവിടെ അറബി ഭാഷ അറിയുന്ന ആളുകൾക്കറിയാം, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിർറിനെ, പുണ്യത്തെ ഹുസ്നുൽ ഖുൽഖിൽ പരിമിതപ്പെടുത്തി. ഹസ്റിന്റെ ശൈലിയാണ് എന്നാണ് അറബിയിൽ പറയാം. ഹസ്റിന്റെ ശൈലി എന്ന് പറഞ്ഞാൽ പരിമിതപ്പെടുത്തുന്ന ശൈലി. ബിർറിനെ ഹുസ്നുൽ ഖുൽഖിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിമിതപ്പെടുത്തി. അപ്പോൾ എങ്ങനെയാണ് മലയാളത്തിൽ അർത്ഥം പറയാം? ബിർ എന്ന് പറഞ്ഞാൽ അത് ഹുസ്നുൽ ഖുൽഖാകുന്നു, അല്ലെങ്കിൽ ഹുസ്നുൽ ഖുൽഖ് മാത്രമാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ ഹുസ്നുൽ ഖുൽഖ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ഹുസ്നുൽ ഖുൽഖ് എന്നുള്ള പദം അത് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. ഒന്ന് ബിമഅനൽ ആം,
ആമായ അർത്ഥത്തിൽ, വിശാലമായ അർത്ഥത്തിൽ ഹുസ്നുൽ ഖുൽഖ് എന്നുള്ള പദം ഉപയോഗിക്കപ്പെടാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഹുസ്നുൽ ഖുൽഖിന്റെ അർത്ഥം എന്താണ്? അദ്ദീനു കുല്ലുഹു, ദീൻ പൂർണ്ണമായി ആ പദത്തിന്റെ പരിധിയിൽ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ ബീബി പറഞ്ഞത് എന്താ? കാന ഖുൽഖുഹു അൽ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുൽഖ് ഖുർആനായിരുന്നു. അവിടെ ഖുൽഖ് എന്ന് പറഞ്ഞാൽ കേവലം നമ്മൾ പറയുന്ന സ്വഭാവം, സൽസ്വഭാവം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ദീൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഹുസ്നുൽ ഖുൽഖ് എന്നുള്ളത് അത് അദ്ദീനു കുല്ലുഹു എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ആ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ് എന്ന് പറഞ്ഞാൽ, പുണ്യം എന്ന് പറഞ്ഞാൽ അത് ദീന് മൊത്തം ബിറാണ്, ദീൻ മൊത്തം ബിറാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ ദീൻ എന്ന് പറഞ്ഞാൽ അത് ഇഹ്സാനു ഇലൽ ഖൽഖ്, അത് സൃഷ്ടികൾക്ക് നന്മ ചെയ്യലാണ്. അതുപോലെ ഇഹ്സാനു ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തുകൾ ഏറ്റവും ഭംഗിയായി ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കലാണ്. ഈ രണ്ടും അടങ്ങിയതാണ് ബിർ. അതുകൊണ്ട് തന്നെ ഇവിടെ ഹുസ്നുൽ ഖുൽഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീൻ പൂർണ്ണമായി അതിൻ്റെ ഉദ്ദേശത്തിൽ പെടുന്നതാണ് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ചില പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെയല്ല, ഇവിടെ ഹുസ്നുൽ ഖുൽഖ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ ഖാസായ അർത്ഥത്തിലാണ്. ഖാസായ അർത്ഥത്തിൽ ഹുസ്നുൽ ഖുൽഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? സാധാരണ നമ്മൾ പറയുന്നത് പോലെ സൽസ്വഭാവമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താകും അർത്ഥം? അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ് എന്ന് പറഞ്ഞാൽ, ബിർ എന്ന് പറഞ്ഞാൽ, പുണ്യം എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാകുന്നു എന്നാകും അർത്ഥം. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സൽസ്വഭാവത്തിൽ മാത്രം ബിറിനെ പരിമിതപ്പെടുത്താനുള്ള കാരണം? അത് പണ്ഡിതന്മാർ പറഞ്ഞു, ബിറിന് ഒരുപാട് ശുഅബുകളുണ്ട്, ഒരുപാട് ശാഖകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാഖയാണ്, പ്രത്യേകമായി ശ്രദ്ധ അർഹിക്കുന്ന ഒരു ശാഖയാണ് ഹുസ്നുൽ ഖുൽഖ് അഥവാ സൽസ്വഭാവം. അതുകൊണ്ട് അതിനെ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഏതുപോലെ ചില ഹദീസിൽ കാണാം, അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹജ്ജ് അറഫ മാത്രമല്ല, വേറെയും ഒരുപാട് മനാസിക്കുകൾ, ഒരുപാട് കർമ്മങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട് അത് അറഫയാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫ. അതുപോലെ ബിറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശാഖകളിൽ പെട്ടതാണ് ഹുസ്നുൽ ഖുൽഖ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം പറയാനുള്ള കാരണം. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഇസ്മു മാ ഹാക ഫിൻ നഫ്സ്. വൽ ഇസ്മു, തിന്മ എന്ന് പറഞ്ഞാൽ മാ ഹാക ഫിൻ നഫ്സ്, അത് മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിന്മയെ നിർവചിക്കുകയല്ല ചെയ്തിട്ടുള്ളത്, മറിച്ച് തിന്മയുടെ ഒരു അടയാളം എടുത്തു പറയുകയാണ് ചെയ്തിട്ടുള്ളത്. തിന്മയുടെ നിർവചനം എന്താണ്? അല്ലെങ്കിൽ ഹഖീഖത്തുൽ ഇസ്ം എന്താണ്? ഇസ്മെന്ന് പറഞ്ഞാൽ അഥവാ തിന്മ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. മാ നഹല്ലാഹു അൻഹു, അതാണ് ഇസ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇസ്മ അഥവാ തിന്മ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇസ്മെന്ന് പറഞ്ഞാൽ അത് മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞത് അതെന്താണ്? അത് ഇസ്മിന്റെ അഥവാ തിന്മയുടെ ഒരടയാളമാണ്. ഒരു മനുഷ്യൻ അവൻ മുത്മഇന്നത്തായ അല്ലെങ്കിൽ ലവ്വാമത്തായ മനസ്സിന്റെ ഉടമയാണെങ്കിൽ സ്വാഭാവികമായും തിന്മകൾ അവൻ്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, തിന്മകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്, മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കും. പക്ഷെ അത് എല്ലാവരുടെ മനസ്സിലും അസ്വസ്ഥത ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല. ആരുടെ മനസ്സിലാണ് തിന്മ അസ്വസ്ഥത ഉണ്ടാക്കുക? അത് മുത്മഇന്നത്തായ നഫ്സിലും മുത്മഇന്നത്തായ മനസ്സിലും അതുപോലെ ലവ്വാമത്തായ മനസ്സിലുമാണ് ഇസ്മ
ചൊറിച്ചിലുണ്ടാക്കുക. പണ്ഡിതന്മാർ മനസ്സുകളെ, നഫ്സിനെ മൂന്നായി വേർതിരിക്കുന്നുണ്ട്. ഒന്ന് അന്നഫ്സുൽ മുത്മഇന്ന, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ത്വാഅത്തുകൾ, അതിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്ന, തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ത്വാഅത്തുകൾ കൊണ്ട് സമാധാനമടഞ്ഞിട്ടുള്ള മനസ്സ്. അതാണ് അന്നഫ്സുൽ മുത്മഇന്ന. അന്നഫ്സുൽ ലവ്വാമ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്നുണ്ട്, അതുപോലെ ഇടയ്ക്ക് ജീവിതത്തിൽ അബദ്ധങ്ങളും അതുപോലെ തെറ്റുകുറ്റങ്ങളും സംഭവിച്ചു പോകുന്നുണ്ട്. പക്ഷേ കുറ്റങ്ങളിൽ സംഭവിച്ചു പോകുമ്പോൾ, തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുമ്പോൾ എന്തിനത് ഞാൻ ചെയ്തു, ഒരു കുറ്റബോധം തോന്നുന്ന മനസ്സ്, അതാണ് അന്നഫ്സുൽ ലവ്വാമ. മൂന്നാമത്തത് അന്നഫ്സുൽ അമ്മാറത്തു ബിസ്സൂ. അന്നഫ്സുൽ അമ്മാറത്തു ബിസ്സൂ, അഥവാ തിന്മകൾ നിരന്തരമായി ചെയ്യുകയും അതിൽ കുറ്റബോധം തോന്നാതിരിക്കുകയും ചെയ്യുന്ന മനസ്സ്, അതാണ് അന്നഫ്സുൽ അമ്മാറത്തു ബിസ്സൂ. ഇങ്ങനെ 3 രൂപത്തിൽ മനസ്സുകളുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ ആദ്യം പറഞ്ഞ 2 മനസ്സുകൾക്ക് അല്ലെങ്കിൽ 2 മാനസികാവസ്ഥകൾക്ക് എന്തുണ്ടാവുള്ളൂ? തിന്മകൾ ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ചൊറിച്ചിലുണ്ടാകുകയുള്ളൂ. എന്നാൽ അന്നഫ്സുൽ അമ്മാറത്തു ബിസ്സൂ, ആ അവസ്ഥയിലുള്ള മനസ്സിന് ഒരിക്കലും എന്തുണ്ടാവില്ല? തിന്മകൾ ഒരിക്കലും ചൊറിച്ചിലുണ്ടാകുക. സമാധാന, വളരെ റാഹത്തിൽ, ഒരു പ്രയാസവും തോന്നാതെ തിന്മകൾ ചെയ്യുന്ന സാഹചര്യം ആ അവസ്ഥയിലുള്ള മനസ്സിനുണ്ടാകും. ഞാൻ അങ്ങനെ അവസ്ഥ എന്ന് പറയാനുള്ള കാരണം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത രൂപത്തിൽ വിശദീകരിച്ച പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും. അഥവാ ഇത് 3 ഒരേ ഒരു മനുഷ്യനിൽ തന്നെ ഉള്ള 3 അവസ്ഥകളാണോ, അതല്ല ഇത് 3 തരത്തിലുള്ള ആളുകളാണോ, അഥവാ മുത്മഇന്നത്തായ മനസ്സുള്ളവർ, ലവ്വാമത്തായ മനസ്സുള്ളവർ, അതുപോലെ അമ്മാറത്തും ബിസ്സുവായ മനസ്സുള്ളവർ, ഇത് 3 വിഭാഗമാണോ, അതല്ല ഒരു മനുഷ്യന് തന്നെ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന 3 അവസ്ഥകളാണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത ചർച്ചകളുണ്ട്. അലാ കുല്ലി ഹാൽ, അതെന്തായിരുന്നാലും തിന്മ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുക ഏത് മനസ്സിന് മാത്രമാണ്? മുത്മഇന്നത്തും ലവ്വാമത്തുമായ മനസ്സിലാണ് തിന്മകൾ ചൊറിച്ചിലുണ്ടാക്കുക. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകരിഹ്ത അൻ യത്തലി അലൈഹി നാസ്. തിന്മ എന്ന് പറഞ്ഞാൽ അത് നീ പ്രവർത്തിക്കുന്നത് മറ്റുള്ളവർ കാണുന്നതിനെ നീ വെറുക്കുന്നു. നീ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ മറ്റുള്ളവർ കാണുന്നത് നീ വെറുക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്മാണ്, അത് തിന്മയാണ് എന്നാണ് ഈ വാചകങ്ങളുടെ അർത്ഥം. പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളൊരു കാര്യം, ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അവൻ്റെ അവസ്ഥകളിൽ മറ്റുള്ളവർ കാണുന്നതിനെ വെറുക്കുന്ന കാര്യങ്ങളെല്ലാം ഒരുപോലെയല്ല. മനുഷ്യൻ അവനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവൻ്റെ പ്രവർത്തനങ്ങളിൽ, അവൻ്റെ അവസ്ഥകളിൽ മറ്റുള്ളവർ കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരുപോലെയല്ല. അതിൽ ഒന്നാമത്തത് അവൻ്റെ ദുനിയവിയായ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദുനിയവിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ചെയ്തു കൊടുത്തിട്ടുള്ള, ആ മനുഷ്യന് ചെയ്തു കൊടുത്തിട്ടുള്ള സൗകര്യങ്ങൾ, അത് കാണുന്നതിനെ, അത് മറ്റുള്ളവർ അറിയുന്നതിനെ ഒരു മനുഷ്യൻ അവൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് ഹിക്മത്തിൽപ്പെട്ടതാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അഥവാ ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സാമ്പത്തികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ അടുക്കൽ അത്യാവശ്യ സമ്പത്തുണ്ട്, അതുപോലെ നല്ലൊരു വാഹനമുണ്ട്, നല്ലൊരു വീടുണ്ട്, അതുപോലെ മറ്റു ചില നിഅമത്തുകളൊക്കെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ മറ്റുള്ളവർ അത് അറിയുന്നതിനെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ഹിക്മത്തിൽപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ പറയണം. അഥവാ വസ്വാസില്ലാത്ത രൂപത്തിൽ. എന്താണ് വസ്വാസില്ലാത്ത രൂപത്തിൽ എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യനിപ്പോൾ ഒരു അതിഥി വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പോൾ വീട്ടിൽ സിറ്റ് ഔട്ടിൽ ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ ഓഫീസ് റൂമിൽ ഇട്ടിട്ടുള്ള നല്ല വില കൂടിയിട്ടുള്ള എല്ലാ സാധനവും മാറ്റണം, അതിഥി കാണരുത് എന്ന് വിചാരിച്ചു. അതൊരു തരം വസ്വാസാണ്, ഒരു തരം ഷക്കാണ്. അതുപോലെ വീട്ടിലുള്ള മറ്റു
വാഹനം അതിഥി വരുന്ന കണ്ട പെട്ടെന്ന് വാഹനം എടുത്തിട്ട് മറച്ചു വെക്കണം. ഇതൊക്കെ അതിൽ പരിധി വിടലാണ്. ഇതൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഒരാൾ തനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകളെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറ്റകരമായ കാര്യമില്ല എന്ന് മാത്രമല്ല, അത് ഹിക്മത്തിൽപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് അത് ഹിക്മത്തിൽപ്പെട്ടതാണെന്ന് പറയാൻ കാരണം, ലികുല്ലി നിഅമത്തിൻ ഹസൂദ്, എല്ലാ നിഅമത്തിനും അസൂയാലുക്കളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി നിഅമത്തുകളെ മറച്ചു വെക്കലാണ് നല്ലത് എന്ന് ഷെയ്ഖ് സുലൈമാൻ റഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹമൊക്കെ പറയുന്നുണ്ട്. ഇന്ന് ഹിക്മത്ത് വളരെ കുറഞ്ഞ കാലഘട്ടമാണ്. ആളുകൾക്ക് അവർക്ക് ഷർറ് വരുന്ന കാര്യങ്ങളെ തടയുന്ന കാര്യത്തിൽ ചിന്തയില്ലാത്ത മനുഷ്യന്മാരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. പലപ്പോഴും പല ആളുകളെയും കാണാം, അവരുടെ നല്ല ഭംഗിയുള്ള കുട്ടികളെ ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ വിടും. അത് ചിലപ്പോൾ ആ കുട്ടിക്ക് കണ്ണേറേൽക്കാൻ കാരണമാകും. ചിലപ്പോൾ വളരെ വൾഗറായ രൂപത്തിൽ വീഡിയോ ഫോട്ടോ ഒക്കെ ആക്കിയിട്ട് ആ കുട്ടിയുടെ സോഷ്യൽ മീഡിയയിൽ ആ കുട്ടിയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യും. അത് ആ കുട്ടിയിൽ ഭാവിയിൽ ആ കുട്ടിക്ക് അത് ദോഷം ചെയ്യും. അത് ആ കുട്ടിയോട് കാണിക്കുന്ന അമാനത്തിലുള്ള വഞ്ചനയാണ് എന്ന് ഷെയ്ഖ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും നിഅമത്തുകളെ മറച്ചു വെക്കുക എന്നുള്ളത് അത് കുറ്റകരമായ കാര്യമല്ല. അത് അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നും അതുപോലെ കണ്ണേറ് പോലുള്ള ഷർറുകളിൽ നിന്നും അത് ചിലപ്പോൾ നമുക്ക് സംരക്ഷണം നൽകിയേക്കും. അതുപോലെ ഒരു മനുഷ്യൻ അവൻ്റെ മഹാരിമുകളെ അഥവാ അവൻ്റെ മഹ്റമുകളായ സ്ത്രീകളെ മറ്റുള്ളവർ കാണാൻ ആഗ്രഹിക്കാതിരിക്കുക, അവർ മറ്റുള്ളവർ കാണുന്നതിനെ വെറുക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും കുറ്റകരമായ കാര്യമില്ല എന്ന് മാത്രമല്ല, അത് അയാളുടെ ദിയാനത്തിൻ്റെയും മുറൂഅത്തിൻ്റെയും ലക്ഷണമാണ്. അയാളിൽ ദീനുണ്ട്, അയാൾ മുറൂഅത്തുള്ള വ്യക്തിയാണ് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. അവൻ്റെ ഉമ്മയെ, അവൻ്റെ പെങ്ങന്മാരെ, ഭാര്യയെ, കുട്ടികളെ, പെൺമക്കളെ ഒന്നും മറ്റുള്ളവർ കാണുന്ന അന്യരായ ആളുകൾ കാണുന്നതിനെ ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് അതും ഒരാളിൽ ദിയാനത്തുണ്ട്, ദീനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ കാര്യത്തിലും നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കെട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും, അങ്ങാടി കൂടെ ഒന്ന് ബൈക്കുമ്പോൾ കറക്കി അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടൊക്കെ. ഭാര്യൻ്റെ കാര്യത്തിൽ അതാണ്. പെൺമക്കളെ ഏറ്റവും മോശപ്പെട്ട ഡ്രസ്സ് ഇട്ടിട്ടാണ് സ്കൂളിൽ പറഞ്ഞേക്കുക. ഏതെങ്കിലും ഒരുത്തൻ ഇന്നിട്ടെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും ആളുകൾ വിടാറുള്ളത്. അതുപോലെ ടൂറ് പോകുമ്പോഴോ കുടുംബത്തിൻ്റെ വീഡിയോ, സ്ത്രീകൾ അടങ്ങിയിട്ടുള്ള വീഡിയോ എടുത്തിട്ട് അത് സ്റ്റാറ്റസ് ആക്കുക, സോഷ്യൽ മീഡിയയിൽ വിടുക. എന്നിട്ട് അവർ ആ സ്ത്രീകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നാട്ടുകാർ മുഴുവൻ കാണാം. ഇതൊക്കെ ഒരു തരത്തിൽ റുജൂലത്ത് നഷ്ടപ്പെട്ട, ആണത്വം നഷ്ടപ്പെട്ട ആണുങ്ങളുള്ള കാലത്ത് നടക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരു ദീനുള്ള മനുഷ്യൻ അവൻ്റെ മഹാരിമുകളെ മറ്റുള്ളവർ കാണുന്നതിനെ വെറുക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും കുറ്റകരമായ കാര്യമല്ല. മൂന്നാമത്തത്, ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ മറ്റുള്ളവർ കാണുന്നതിനെ വെറുക്കുക. അത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, രഹസ്യമായി ചെയ്യാൻ അനുവാദമുള്ള അല്ലെങ്കിൽ രഹസ്യമായി ചെയ്യാൻ അനുവാദമുള്ള കാര്യങ്ങളാണെങ്കിൽ അതും നല്ല കാര്യമാണ്. കാരണം അതാണ് പ്രതിഫലം നഷ്ടപ്പെടാതിരിക്കാനും റിയായിൽ നിന്ന് സുരക്ഷിതമാകാനും ഏറ്റവും നല്ല. ഇപ്പോൾ ഒരാൾ സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ മറ്റാരും അത് അറിയാതിരിക്കാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യം. എന്നാൽ പരസ്യമാക്കാനും പറഞ്ഞ ഇബാദത്തുകളാണെങ്കിൽ ജമാഅത്ത് പോലെയുള്ള അതാണെങ്കിൽ അതിൽ പരസ്യമാക്കാൻ ശരീഅത്ത് കൽപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ അത് പരസ്യമായിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. അവസാനത്തത്, ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന പ്രവർത്തനം ആളുകൾ കാണുന്നതിനെ വെറുക്കുന്നു. മഖാഫത അൻ യുആബ ഔ യുദമ്മ, അവർ തന്നെ ആക്ഷേപിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട്. അഥവാ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യന്മാർ അവരുടെ ആക്ഷേപത്തെ വിളിച്ചു വരുത്തുന്ന, അതിനിടവരുത്തുന്ന പ്രവർത്തനം. അതാണ് ഇവിടെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വകരിഹത അൻ യത്തലി അലൈഹി നാസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ അഥവാ ജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവരുടെ വിമർശനവും
അതുപോലെ അവരെ ആക്ഷേപിക്കുന്നതിനൊക്കെ കാരണമാകുന്ന പ്രവർത്തനമാണെങ്കിൽ അത് ഇസ്മാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കാൻ. ഇതാണ് നവാസ് ബിൻ സമാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹദീസിലുള്ളത്. വാബിസത്ത് ബിൻ മഅബദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹദീസിൽ കൂടുതലായി ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അൻ വാബിസത്ത് ബിൻ മഅബദിൻ റളിയല്ലാഹു തആല അൻഹു അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാബിസ പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു. ഞാൻ തയ്യാറാക്കി കൊണ്ടുവന്നതെല്ലാം വായിച്ച് ചിലപ്പോൾ നേരെ വൈകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാനൊന്ന് ചുരുക്കുകയാണ്. ഓക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാബിസയോട് ചോദിച്ചു, ജിഅ്ത തസ്അലു അനിൽ ബിർരി വൽ ഇസ്ം, നീ വന്നിട്ടുള്ളത് ബിർറിനെയും ഇസ്മിനെയും കുറിച്ച് ചോദിക്കാനാണോ, അഥവാ പുണ്യം എന്താണ്, കുറ്റകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ചോദിക്കാനാണോ നീ വന്നിട്ടുള്ളത്? വാബിസ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഞാൻ വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എല്ലാ ബിർറിനെ കുറിച്ച് പൂർണ്ണ എന്തൊക്കെയാണ് ബിർറ് അതൊക്കെ ചോദിച്ചിട്ടേ ഞാൻ റസൂലിൻ്റെ അടുക്കൽ നിന്ന് പോരുള്ളൂ എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഞാൻ നേരെ ചെന്നപ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിക്കുന്നത്, നീ ഇതിനല്ലേ വന്നത് എന്നാണ്. അപ്പം അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയുകയില്ല എന്നുള്ളത് മുസ്ലിം ലോകത്ത് അഭിപ്രായമില്ലാത്ത കാര്യമാണ്. അഹ്ലുസുന്നയുടെ അടുക്കൽ അഭിപ്രായമില്ലാത്ത കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബിയായ മനസ്സിലുള്ളത് അറിയില്ല, ഗൈബിയായ കാര്യങ്ങൾ അറിയില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തതല്ലാതെ. അപ്പോൾ ഇവിടെ 3 സാധ്യതകളാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്നല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വഹി നൽകി ആ കാര്യം അറിയിച്ചു, അല്ലെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫറാസയാണ്. ഫറാസ എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ ഈ സമയത്തിൽ ഉചിതമല്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നീട് ഒന്നല്ലെങ്കിൽ സ്വന്തമായിട്ട് അന്വേഷിച്ച് പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പിന്നീട് ഒരു അവസരം ഉണ്ടാകുമ്പോൾ വിശദീകരിക്കാം. ഒരു മനുഷ്യൻ്റെ പരിചയ സമ്പത്ത് കൊണ്ടും അതുപോലെ ചിലപ്പോൾ ഈമാനിൻ്റെ ഖുവ്വത്ത് കൊണ്ടൊക്കെ ചില കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ അയാളുടെ നിഗമനം അത് യാഥാർത്ഥ്യത്തോട് യോജിച്ച് വരുന്ന സാഹചര്യം ഉണ്ടാകും. ഇതിനൊക്കെയാണ് ഫറാസ എന്ന് പറയാം. കുറച്ച് വിശദീകരിച്ച് പറയേണ്ട കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതാണ്. ഇമാം ഷാഫിഈ ആ വിഷയത്തിൽ പ്രത്യേകം അറിയപ്പെട്ട പണ്ഡിതനാണ്. 3ാമത്തെ സാധ്യതയുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാബിസയുടെ ആദത്തിൽ നിന്ന്, സാധാരണ വാബിസ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കിയതായിരിക്കാം. ഈ 3 സാധ്യതയാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം കേട്ട വാബിസ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, ഖുൽതു നഅം, അതെ, ഞാൻ ബിർറിനെ കുറിച്ചും ഇസ്മിനെ കുറിച്ചും ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഫ്തി ഖൽബക്, അത് നീ നിന്റെ മനസ്സിനോട് ചോദിച്ചു നോക്കിയാൽ മതി. അൽ ബിർറു മത്മഅന്നത ഇലൈഹി നഫ്സു വത്മഅന്ന ഇലൈഹിൽ ഖൽബ്. ബിർറ്, പുണ്യമെന്ന് പറഞ്ഞാൽ, നന്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യത്തിൽ നിന്റെ മനസ്സ് ശാന്തമായിരിക്കും. അത് ചെയ്യുമ്പോൾ നിന്റെ മനസ്സിലൊരു കുറ്റബോധം തോന്നുകയില്ല, മനസ്സ് അതിൽ തൃപ്തി അടയും. അതാണ് ബിർറിൻ്റെ പ്രത്യേകത. ഇവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിർറ് എന്താണെന്ന് വിശദീകരിക്കുകയല്ല ചെയ്തത്, മറിച്ച് ബിർറിൻ്റെ ഒരടയാളം പറയുകയാണ് ചെയ്തത്. ബിർറ് എന്താണെന്നുള്ളത് നവാസ് ബിൻ സമാന്റെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്. ഇവിടെ ബിർറിൻ്റെ ഒരു പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു, അഥവാ ബിർറിൻ്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് അത് ചെയ്യുന്ന മനസ്സമാധാനത്തോടു കൂടി, ടെൻഷൻ ഇല്ലാതെ, റാഹത്തിൽ അത് ചെയ്യാൻ പറ്റും. വൽ ഇസ്മു, തിന്മ എന്ന് പറഞ്ഞാൽ മഹാക ഫിൻ നഫ്സി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. വതറദ്ദദ ഫി സ്വദ്രി, അതുപോലെ അത് ചെയ്യുന്ന ആൾക്ക് മനസ്സിലിങ്ങനെ എപ്പോഴും ഒരു ആശങ്കയാണ്, ഒരങ്കലാപ്പാണ്, ഒരു സബാത്തില്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കും, ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥയായിരിക്കും അയാൾക്ക് ഉണ്ടാകുക. വഇൻ അഫ്താക നാസു വഅഫ്തൗക്, നീ ജനങ്ങളോട് അല്ലെങ്കിൽ പണ്ഡിതന്മാരോട് ഫത്വ ചോദിച്ച് അവർ നിനക്ക് അനുകൂലമായി ഫത്വ തന്നാലും, വഅഫ്തൗക് എന്ന് പറഞ്ഞാൽ
അത് ഒരേ ജുംല 2 വട്ടം ആവർത്തിച്ചാണ്. അഥവാ നീ ആവർത്തിച്ച് പല പണ്ഡിതന്മാരോട് ഫത്വ ചോദിച്ച് അവരെല്ലാം നിനക്ക് അനുകൂലമായി ഫത്വ തന്നാലും നിന്റെ മനസ്സ് ഒരു കാര്യത്തിൽ തൃപ്തി അടയുന്നില്ലെങ്കിൽ അത് നീ ഉപേക്ഷിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ 2 ഹദീസുകളുടെയും പശ്ചാത്തലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീസുകളൊക്കെ ഇതിനേക്കാൾ കൂടുതൽ വിശദമായി പറയേണ്ടതാണ്. അവസാനത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചുരുക്കിയിട്ടുണ്ട്. ഈ 2 ഹദീസുകളിൽ നിന്നുമായി നമുക്ക് ലഭിക്കുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, ഒരു മുസ്ലിം വ്യക്തമായ അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ഒരു മുസ്ലിമിന് ആശയക്കുഴപ്പമുണ്ടായി, അത് ഹലാലാണോ ഹറാമാണോ എന്ന വിഷയത്തിൽ രണ്ടിനും 2 അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർക്കും അവരുടേതായ തെളിവുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മുഅ്മിൻ അവിടെ സ്വീകരിക്കേണ്ടത് അവൻ്റെ ബറാഅത്തു ദിമ്മ, അവന് കുറ്റവിമുക്തനാക്കപ്പെടുന്ന, അവൻ്റെ ദീനിനെ സുരക്ഷിതമാക്കാൻ പറ്റുന്ന അഭിപ്രായത്തെയാണ് അവൻ സ്വീകരിക്കേണ്ടത്. ഉദാഹരണത്തിന്, ഒരാൾക്ക് ഒരു മസ്അല പഠിച്ചപ്പോൾ ആ വിഷയത്തിൽ 2 അഭിപ്രായങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. 2 അഭിപ്രായ പ്രകടനം നടത്തിയ പണ്ഡിതന്മാർക്കും അവരുടേതായ തെളിവുകളുണ്ട് എന്നും അയാൾക്ക് ബോധ്യമായി. ഒരഭിപ്രായത്തെ അതിനെ തർജീഹ് ചെയ്യാൻ, അതാണ് പ്രബലമെന്ന് പറയാൻ കൃത്യമായൊരു ന്യായമില്ല. അത്തരം അവസ്ഥകളിൽ ഏറ്റവും സുരക്ഷിതമായ നിലപാടെടുക്കലാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. ഉദാഹരണത്തിന്, ഇപ്പോൾ ആർത്തവകാരിയായ സ്ത്രീ പള്ളിയിൽ പ്രവേശിക്കുന്ന വിഷയം, അത് 2 അഭിപ്രായപ്പെട്ട അനുവദനീയമാണ് അല്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർക്കും 2 ഖവിയായ ഖിലാഫുള്ള മസ്അലയാണ്. ആ മസ്അലയിൽ ഒരു മുഅ്മിൻ വിചാരിക്കുന്നു എന്ത്, അനുവദിച്ച പണ്ഡിതന്മാരുണ്ട്, പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള, എൻ്റെ ദീനിന് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളത് അത് ഒഴിവാക്കലാണ്. അത്തരം കാര്യങ്ങൾ അത് ഒഴിവാക്കലാണ് ദീനിൻ്റെ താല്പര്യം. കാരണം എന്താ, അത് ചെയ്യുകയാണെങ്കിൽ പോലും മനസ്സെന്തല്ല, വളരെ തൃപ്തിയോടുകൂടി ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യം ഒഴിവാക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യക്തമായ തെളിവുള്ള കാര്യമാണെങ്കിൽ അതിൽ മനസ്സിനോട് ചോദിക്കലില്ല. വ്യക്തമായ തെളിവുള്ള കാര്യമാണെങ്കിൽ, പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിച്ച കാര്യമാണെങ്കിൽ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണെങ്കിൽ പോലും ഒരഭിപ്രായത്തിന് കൃത്യമായ ന്യായമുണ്ട്, ദലീലുണ്ടെങ്കിൽ അവിടെ എന്തില്ല, മനസ്സിനോട് ഫത്വ ചോദിക്കലില്ല. കാരണം ദലീലുള്ള വിഷയത്തിൽ ദലീലിനെയാണ് മുന്തിക്കേണ്ടത്. ഒരിക്കലും നമ്മുടെ മനസ്സിന് അത് തൃപ്തി ആകുന്നുണ്ടോ എന്നുള്ളത് അവിടെ പരിഗണിക്കപ്പെടുന്ന കാര്യമല്ല. ഇതാണ് ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന ഒരു പാഠം. അതുപോലെ 2ാമത്തെ പാഠം, പല കാര്യങ്ങളുണ്ട്. 2ാമത്തേത്, മുഅ്മിൻ എന്ത് ചെയ്യണം, തുഹ്മത്തുണ്ടാക്കുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കണം. കാരണം തുഹ്മത്തുണ്ടാക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് മനസ്സിൻ്റെ ശാന്തതയെ നശിപ്പിക്കുന്നതാണ്, മനസ്സിൻ്റെ സ്വസ്ഥതയെ നശിപ്പിക്കുന്നതാണ്. മനസ്സിൻ്റെ സ്വസ്ഥതയെ നശിപ്പിക്കുന്ന തുഹ്മത്തുണ്ടാക്കുന്ന കാര്യങ്ങൾ അത് ഒരു മുഅ്മിനിൻ്റെ വാക്കിലോ പ്രവർത്തനത്തിലോ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് അതിൽ നമുക്കുള്ള മാതൃക. റസൂൽ ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ സഫിയ റളിയല്ലാഹു തആല അൻഹ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്നു. അദ്ദേഹത്തോട് അല്പമൊക്കെ സംസാരിച്ചതിന് ശേഷം സഫിയ റളിയല്ലാഹു തആല അൻഹ തിരിച്ചു പോകാനിരിക്കുമ്പോൾ റസൂല് വാതിൽക്കൽ വരെ അവരെ അനുഗമിച്ചു. ഈ സമയത്ത് 2 സഹാബികൾ ആ വഴിയിലൂടെ നടന്നുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അവർ കുറച്ച് നടത്തം വേഗത്തിലാക്കി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആലാ റിസ്ലിക്കുമാ, നിങ്ങൾ അവിടെ നിൽക്കണം, കുറച്ച് സാവകാശത്തിലാക്കണം. ഇന്നഹ സഫിയ, എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഭാര്യ സഫിയയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അത് മുഅ്മിൻ ഉപേക്ഷിക്കേണ്ടതാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് 2 സഹാബികളാണ്. റസൂലിനെ കുറിച്ച് ഒരിക്കലും സഹാബികൾ
മോശപ്പെട്ടത് വിചാരിക്കൂല, അതവർ പറയുകയും ചെയ്തു. റസൂൽ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ മോശം വിചാരിക്കുകയോ? ഇപ്പൊ റസൂൽ പറഞ്ഞു, ഇന്ന ശൈത്താന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം, പിശാച് ഒരു മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ സഞ്ചരിക്കും. അവൻ നിങ്ങളെ ഖൽബിൽ കയറിയിട്ട് വല്ല വസ്വാസം ഉണ്ടാക്കുമോ എന്ന് ഞാൻ പേടിച്ചു. അതുകൊണ്ടാണ് തെറ്റിദ്ധാരണയെ നീക്കുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചത്. അലാ കുല്ലി ഹാൽ, ഇത്രയാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ചുരുക്കി പറയാനുള്ളത്.